ഗുഡ് മോർണിംഗ് ടു ഓൾ. കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിൽ ഒന്നാമത്തെ യൂണിറ്റായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഒരുപാടേറെ സംഗതികൾ പഠിച്ചിട്ടുണ്ട്. ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള മൗലിക കണങ്ങൾ, എലമെൻ്ററി പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവ, അവയുടെ മാസ്, ചാർജ് തുടങ്ങിയ സംഗതികൾ പഠിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ആറ്റത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം. വ്യത്യസ്ത ആറ്റം സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ബോർ ആറ്റം മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ആറ്റത്തിൻ്റെ വർഗീകരണ പ്രവണതകൾ. വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻ അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഓരോ ക്ലാസിഫിക്കേഷൻ അറ്റംപ്റ്റുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത ആറ്റം വർഗീകരണ പ്രവണതകളിൽ നിന്നും ആധുനിക പീരിയോഡിക് ടേബിൾ വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മോസ്ലി അവതരിപ്പിച്ച ആധുനിക പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിലെ വിവിധ ഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ, പീരിയഡുകൾ തുടങ്ങിയവ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രൂപ്പ്, എന്താണ് പീരിയഡ്? പീരിയോഡിക് ടേബിളിലെ ഹൊറിസോണ്ടൽ പോർഷനെയാണ് നമ്മൾ പീരിയഡ് എന്ന് വിളിക്കുന്നത്. തിരശ്ചീനമായ ഭാഗം, വിലങ്ങനെയുള്ള ഭാഗമാണ് പീരിയഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ പീരിയോഡിക് ടേബിളിൽ വെർട്ടിക്കൽ കോളംസും ഉണ്ട്. ഇങ്ങനെ ലംബമായി വരുന്ന, വെർട്ടിക്കലായി വരുന്ന ഇത്തരം കോളങ്ങളെയാണ് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ പീരിയോഡിക് ടേബിളിൽ 7 പീരിയഡ്സും 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്. ഇനി പീരിയോഡിക് ടേബിളിൻ്റെ വിവിധ ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് പീരിയോഡിക് പ്രവണതകൾ, പീരിയോഡിക് ടേബിളിലെ പ്രവണതകൾ അല്ലെങ്കിൽ പീരിയോഡിക് ട്രെൻഡ്സിനെ കുറിച്ച് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. ഓരോന്നും ആറ്റത്തിൻ്റെ വലിപ്പം, ആറ്റോമിക് സൈസ് എങ്ങനെ ഗ്രൂപ്പിലും പീരിയഡിലും വ്യത്യാസപ്പെടുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റി, അയോണീകരണ ഊർജം, അയോണൈസേഷൻ എനർജി എന്നിവയുടെ വ്യത്യാസം എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി, അയണൈസേഷൻ എനർജി തുടങ്ങിയ കൺസെപ്റ്റുകളും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്കത് പിന്നീട് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ പീരിയോഡിക് ടേബിൾ, 10ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ എന്ന ഭാഗത്തേക്ക് കിടക്കുകയാണ്. പീരിയോഡിക് ടേബിൾ, അതിൻ്റെ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നിവയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതിൽ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഷെൽ എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഷെൽ? ആറ്റത്തിന് ചുറ്റും, ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാതയെയാണ് ഷെൽ എന്ന് വിളിക്കുന്നത്. സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെർ ഇലക്ട്രോൺസ് റിവോൾവ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്ന പാത്തിനെയാണ് ഷെല്ല് അഥവാ ഓർബിറ്റ് അഥവാ എനർജി ലെവൽ, ഊർജ നില എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രധാനമായുമുള്ള ഷെല്ലുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഷെല്ലിനെ നമ്മൾ കെ ഷെൽ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ഷെല്ലിനെ എൽ ഷെൽ, മൂന്നാമത്തത് എം, നാലാമത്തത് എൻ എന്നിങ്ങനെ ഷെല്ലുകൾക്ക് നാമകരണം ചെയ്തിട്ടുണ്ട് ഷെൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ ഷെല്ലുകൾക്കുള്ളിൽ തന്നെ ഓരോ ഷെല്ലിലും കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കറിയാം. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഷെല്ലാണെന്ത്? കെ ഷെൽ. കെ ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. ഇത് കിട്ടുന്നതിന് ഒരു പൊതു സമവാക്യമുണ്ട്, ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. എന്താണത്? 2n². n എന്നത് ഷെൽ നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഷെൽ നമ്പർ 1 ആണെങ്കിൽ 2n² എന്നത് എന്ത് വരും? 2 × 1². 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇങ്ങനെ ഓരോ ഷെല്ലിലും കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കെ, എൽ, എം, എൻ എന്നിവയാണ് ഷെല്ലുകൾ എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ഷെല്ലുകളുടെ ഉള്ളിൽ അതിനേക്കാൾ ഊർജം കുറഞ്ഞ ഉപ ഊർജ നിലകൾ, അതിൻ്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത ഊർജ നിലകൾ ഉണ്ട്. ഇവയാണ് സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഷെല്ലുകളുടെ ഉള്ളിൽ കാണപ്പെടുന്ന ഉപ ഊർജ നിലകളെയാണ് സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. സബ് ഷെല്ലുകൾ പ്രധാനമായും എസ്, പി, ഡി, എഫ് എന്നിവയാണ് ഉള്ളത്. ഇവയുടെ പേര് വന്നിട്ടുള്ളത് എസ് ഷാർപ്പ് എന്ന വാക്കിൽ നിന്നും, പി പ്രിൻസിപ്പൽ എന്ന വാക്കിൽ നിന്നും,
ഡി ഡിഫ്യൂസ്ഡ് എന്ന വാക്കിൽ നിന്നും, എഫ് ഫണ്ടമെൻ്റൽ എന്ന വാക്കിൽ നിന്നുമാണ്. പേരുകൾ അതിൻ്റെ പേര് വന്നതിൻ്റെ ചില അടിസ്ഥാനം മാത്രമാണ്. ഓക്കെ, ഇങ്ങനെ 4 സബ് ഷെല്ലുകളുണ്ട് നമ്മൾ പറഞ്ഞു. ഇനി ഓരോ സബ് ഷെല്ലിലും കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, ഓരോ ഷെല്ലിലും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്നിവയാണ് നമുക്കിനി പറയാനുള്ളത്. ഒന്നാമത്തേത് കെ ഷെൽ. കെ ഷെല്ലിൽ പരമാവധി കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 1² അഥവാ 2 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ 2 ഇലക്ട്രോണുകളാണ് കെ ഷെല്ലിൽ കൊള്ളുക. അടുത്തത് എൽ ഷെല്ലാണെങ്കിലോ രണ്ടാമത്തെ ഷെല്ലാണ്. അവ 2 × 2ൻ്റെ സ്ക്വയർ, 2 × 2², അതായത് 8 ഇലക്ട്രോൺസ് ആണ് ആ ഷെല്ലിൽ ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഷെൽ എം ഷെല്ലാണെങ്കിൽ 2 × 3ൻ്റെ സ്ക്വയർ, 9 × 2 18 ഇലക്ട്രോൺസ് ആണ് ആ ഷെല്ലിൽ നമുക്ക് അക്കമഡേറ്റ് ചെയ്യാൻ സാധിക്കുക. നാലാമത്തെ ഷെല്ലായ എൻ ഷെല്ലാണെങ്കിലോ 2 × 4ൻ്റെ സ്ക്വയർ, 2 × 16, ദാറ്റ് ഈസ് 32 ഇലക്ട്രോൺസ് ആണ് ആ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ സാധിക്കുക. ഇങ്ങനെ 4 ഷെല്ലിലും കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടി. ഒന്നാമത്തെ ഷെൽ കെ ഷെൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെൽ എൽ ഷെൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെൽ എം ഷെൽ 18 ഇലക്ട്രോൺ, നാലാമത്തെ ഷെൽ എൻ ഷെൽ 32 ഇലക്ട്രോൺസ്. നമുക്ക് പ്രധാനമായും ആവശ്യമുള്ളത് ഈ 2 ഷെല്ലുകളാണ്. ഇനി ഓരോ ഷെല്ലിലും കൊള്ളാവുന്ന സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്, ഈ സബ് ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും എന്നിവ നമുക്ക് ഒന്ന് പട്ടികപ്പെടുത്തി നോക്കാം. ഓരോ ഷെല്ലിലും കൊള്ളാവുന്ന സബ് ഷെല്ലുകൾ എങ്ങനെ കണ്ടെത്താം? പ്രധാനമായും ഉള്ള സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് എന്നിവയാണ് നമ്മൾ പറഞ്ഞത്. ഈ സബ് ഷെല്ലുകളിൽ തന്നെ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ചെറിയ അറകളിലായിട്ടായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഇവയെ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ എത്ര ഓർബിറ്റലുകളുണ്ടോ അത്രയും എണ്ണം ഇലക്ട്രോണുകൾ അതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. നമുക്ക് ഒന്നാമത്തെ സബ് ഷെല്ലിനെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ സബ് ഷെല്ലായ എസ് സബ് ഷെല്ലിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ 2 ഇലക്ട്രോൺ മാത്രമേ കൊള്ളുകയുള്ളൂ. രണ്ടാമത്തെ സബ് ഷെല്ലായ പി സബ് ഷെല്ലിൽ 3 ഓർബിറ്റലുകളുണ്ട്. അതുകൊണ്ട് അവിടെ 2 × 3 6 ഇലക്ട്രോൺസ് അതിനകത്ത് കൊള്ളും. തേർഡ് സബ് ഷെല്ലാണ് ഡി സബ് ഷെൽ. അവിടെ 5 ഓർബിറ്റലുകളുണ്ട്. അങ്ങനെ 5 × 2 10 ഇലക്ട്രോൺസ് അതിനകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കും. നാലാമത്തെ സബ് ഷെല്ലാണ് എഫ് സബ് ഷെൽ. അവിടെ 7 ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് 7 × 2 14 ഇലക്ട്രോൺസ് അതിനകത്ത് കൊള്ളിക്കാൻ സാധിക്കും. ഈ എണ്ണം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് എസ്സിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺ. ഇത് എണ്ണം ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പവാക്യമായിട്ട് നമുക്ക് ആദ്യത്തെ ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ ഓർക്കുക. ആ ക്രമത്തിൽ 1 എസ്സിൽ 1 ഓർബിറ്റലേ ഉള്ളൂ, 2 ഇലക്ട്രോൺ, അതിൻ്റെ ഇരട്ടി എണ്ണം ഇലക്ട്രോൺ. പിയിൽ രണ്ടാമത്തെ ഓർബിറ്റലാണ് അല്ലേ, അപ്പോൾ അത് രണ്ടാമത്തെ ഒറ്റ സംഖ്യ എടുക്കുന്നു, 3ൻ്റെ ഇരട്ടി 6 ഇലക്ട്രോൺ. ഡി മൂന്നാമത്തെ ഒറ്റ സംഖ്യ 5 എടുക്കുന്നു, അതിൻ്റെ ഇരട്ടി 10 ഇലക്ട്രോൺ. എഫ് നാലാമത്തെ ഒറ്റ സംഖ്യ 7, അതിൻ്റെ ഇരട്ടി 14 ഇലക്ട്രോൺ. ഇങ്ങനെ ഓർബിറ്റലും അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ഓരോ ഷെല്ലിലും കൊള്ളാവുന്ന സബ് ഷെല്ലുകൾ ഏതൊക്കെ, എത്ര ഇലക്ട്രോണുകൾ കൊള്ളും, നമുക്ക് ഒന്നിച്ചൊന്ന് പട്ടികപ്പെടുത്തി നോക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കും. ഒന്നാമത്തെ ഷെൽ നമ്പർ 1 ആണെങ്കിൽ അത് ഏതാണ്? കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ കൊള്ളാവുന്ന പരമാവധി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. 2 × 1² 2 ആണ്. ഇനി അതിൽ ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ അതിൽ ഏതൊക്കെ സബ് ഷെല്ലുകൾ വരുമെന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഏതൊരു ഷെല്ലിലും കൊള്ളാവുന്ന സബ് ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിലെ ഷെൽ നമ്പറിൻ്റെ എണ്ണം തന്നെയാണ്. ഷെൽ നമ്പർ എത്രയാണോ അത്രയും സബ് ഷെല്ലുകളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഷെല്ലുകളുടെ ഊർജ്ജക്രമം അറിയാം. ഏറ്റവും ഊർജ്ജം കുറഞ്ഞ ഷെല്ല് കെ ഷെൽ, അടുത്തത് എൽ ഷെൽ, പിന്നീട് എം ഷെൽ, അവസാനം എൻ ഷെൽ. ഇങ്ങനെ കെ മുതൽ എം വരെ പോകുന്നതിനനുസരിച്ച് ഊർജം കൂടി വരുന്നു. ബോർ ആറ്റം മാതൃകയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു.
ആ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകളുടെ ഊർജവും കൂടി വരുന്നു. അങ്ങനെ ഷെല്ലുകളിലെ ഊർജം കൂടി വരുമ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നു. ഷെല്ലും ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണ ബലം കുറഞ്ഞു വരുന്നു. അതായത് ആസ് ദ ഷെൽ നമ്പർ ഇൻക്രീസസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ആസ് എ റിസൾട്ട് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ് ഡിക്രീസസ്. ഷെൽ നമ്പർ കൂടി വരുന്തോറും ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും. ഈ ന്യൂക്ലിയസും അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരികയും ചെയ്യും. ഇത് നിങ്ങൾ അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. നമുക്കിനി പട്ടികയിലേക്ക് തിരിച്ചു വരാം. ഷെല്ലുകളുടെ ഊർജ്ജക്രമമാണ് നമ്മളിവിടെ പറഞ്ഞത്. കെ, എൽ, എം എന്നീ ക്രമത്തിൽ ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. അതുപോലെ സബ് ഷെല്ലുകൾക്കും ഊർജ്ജക്രമമുണ്ട്. സബ് ഷെല്ലുകളിൽ ഏറ്റവും ഊർജ്ജം കുറഞ്ഞത് എസ് സബ് ഷെല്ലാണ്. എസ് കഴിഞ്ഞാൽ പി സബ് ഷെൽ, പി കഴിഞ്ഞാൽ ഡി സബ് ഷെൽ, ഡി കഴിഞ്ഞാൽ എഫ് സബ് ഷെൽ. ഈ ക്രമത്തിലാണ് ഓരോ ഷെല്ലിലും സബ് ഷെല്ലുകൾ പൂരണം നടക്കുന്നത്, ഫില്ല് ചെയ്ത് വരുന്നത്. ഏറ്റവും ആദ്യം ഒരു ഷെല്ലിൽ എസ് സബ് ഷെല്ലാണ് ഫില്ലാവുക. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ ഷെൽ നമ്പർ 1 കെ ഷെല്ലാണ്. 2 × 1² 2 ഇലക്ട്രോൺസ് ആണ് അതിനകത്ത് കൊള്ളുക. ഈ 2 ഇലക്ട്രോണും ഫില്ല് ചെയ്യുന്നത് എസ് സബ് ഷെല്ലാണ്. അങ്ങനെ എസ് സബ് ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്പർ ഓഫ് സബ് ഷെൽസ് ഇൻ ഫസ്റ്റ് ഷെൽ ഈസ് 1. സെക്കൻഡ് ഷെൽ എൽ ഷെല്ലാണ്. എൽ ഷെല്ലിൻ്റെ ഷെൽ നമ്പർ 2. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 × 2². എത്ര? 2² 4 × 2 8. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കൊള്ളും. ഇതിൽ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ കൊള്ളും എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി അതിൽ ഏതൊക്കെ സബ് ഷെല്ലുകൾ വരും? സബ് ഷെല്ലുകൾ ആദ്യം ഫില്ല് ചെയ്യുന്നത് എസ് സബ് ഷെല്ലാണ്. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ് കഴിഞ്ഞ് ബാക്കി എത്രയുണ്ട്? 6. ആ 6 ഇലക്ട്രോൺസ് വരുന്നത് പി സബ് ഷെല്ലിലാണ്. അങ്ങനെ 2 + 6 8 ഇലക്ട്രോൺസ് ആ ഷെല്ലിൽ, എൽ ഷെല്ലിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ അവിടെ എത്ര സബ് ഷെൽസ് ഉണ്ട്? എസും പിയും 2 സബ് ഷെൽസ് ഉണ്ട്. നമ്പർ ഓഫ് സബ് ഷെൽസ് 2. മൂന്നാമത്തെ ഷെൽ എം ഷെല്ലാണ്. ഷെൽ നമ്പർ 3. ഇങ്ങനെ ഷെൽ നമ്പർ 3 വരുന്ന ഈ ഷെല്ലിൽ 2 × 3² 18 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 18 ഇലക്ട്രോൺസിൽ ആദ്യം എസ് സബ് ഷെൽ, പിന്നീട് പി സബ് ഷെൽ. എസ് സബ് ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ, പി സബ് ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺ. അപ്പോൾ ടോട്ടൽ 8 ആയി. ഇനി 18ലേക്ക് 10 ഇലക്ട്രോൺ കൂടെ വേണം. ആ 10 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഡി സബ് ഷെല്ലിലാണ്. അങ്ങനെ 2 + 6 + 10 18 ഇലക്ട്രോൺസ്, 18 ഇലക്ട്രോൺസ് എം ഷെല്ലിൽ ഫില്ല് ചെയ്യുന്നു. ഇവിടെ എത്ര സബ് ഷെല്ലുകളുണ്ട്? 3 സബ് ഷെൽസ് ഉണ്ട്. നമ്പർ ഓഫ് സബ് ഷെൽസ് 3. അതായത് മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുകളുണ്ട്. 3 സബ് ഷെൽസ് ആണ് അതിനകത്തുള്ളത്. ഇനി നാലാമത്തെ ഷെൽ എൻ ഷെൽ. ഷെൽ നമ്പർ 4 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 4² ദാറ്റ് ഈസ് ഈക്വൽ ടു 32. 32 ഇലക്ട്രോൺസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. അതിലേതെല്ലാം സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും? ആദ്യം എസ് സബ് ഷെല്ലിൽ ഇലക്ട്രോൺ നിറയുന്നു. 2 ഇലക്ട്രോൺ എസ് സബ് ഷെല്ലിൽ കൊള്ളും. എസ് സബ് ഷെൽ കഴിഞ്ഞാൽ പിന്നീട് പി സബ് ഷെല്ലിൽ ഇലക്ട്രോണുകൾ നിറയുന്നു. അവിടെ 6 ഇലക്ട്രോൺ കൊള്ളും. പി സബ് ഷെൽ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഡി സബ് ഷെല്ലാണ്. അവിടെ 10 ഇലക്ട്രോൺ കൊള്ളും. ഇപ്പോൾ ആകെ 18 ഇലക്ട്രോൺസ് ആയി. ഇനി 32 ആവാൻ 14 കൂടി വേണം. അപ്പോൾ റിമൈനിങ് 14 ഇലക്ട്രോൺസ്, 14 ഇലക്ട്രോൺസ് കൊള്ളുന്നത് എഫ് സബ് ഷെല്ലിലാണ്. ഇങ്ങനെ 2 + 6 + 10 + 14 ആകെ 32, 32 ഇലക്ട്രോൺസ് എൻ ഷെല്ലിൽ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള സബ് ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 4. എസ് പി ഡി എഫ് ഇങ്ങനെ 4 സബ് ഷെൽസും ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഓർക്കേണ്ടത് ഷെൽ നമ്പറും നമ്പർ ഓഫ് സബ് ഷെല്ലും തമ്മിലുള്ള ഒരു ബന്ധം ഇതിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കിട്ടും. ഷെൽ നമ്പർ 1 ആണെങ്കിൽ നമ്പർ ഓഫ് സബ് ഷെൽ 1, ഷെൽ നമ്പർ 2 ആണെങ്കിൽ നമ്പർ ഓഫ് സബ് ഷെൽ 2, ഷെൽ നമ്പർ 3 ആണെങ്കിൽ നമ്പർ ഓഫ് സബ് ഷെൽ 3, ഷെൽ നമ്പർ 4 ആകുമ്പോൾ നമ്പർ ഓഫ് സബ് ഷെൽ 4. ദാറ്റ് മീൻസ് എല്ലായ്പ്പോഴും ഷെല്ലുകളുടെ എണ്ണം ആ ഷെല്ലിലുള്ള സബ് ഷെല്ലുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. നമ്പർ ഓഫ് സബ് ഷെൽസ് ഇൻ എ ഷെൽ വിൽ ഓൾവേസ് ഈക്വൽ ടു ദ ഷെൽ നമ്പർ. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഇതിനെക്കുറിച്ചൊരു ജനറൽ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു. എന്നിട്ട് ആറ്റത്തിലുള്ള ഷെല്ലുകൾ, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഷെല്ലുകൾ, വ്യത്യസ്ത ഷെല്ലുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഷെല്ലുകളിൽ കാണപ്പെടുന്ന സബ് എനർജി ലെവൽസ് ആണ് സബ് ഷെൽസ്. എസ് പി ഡി എഫ് എന്നിവയാണ് സബ് ഷെൽസ്. ഈ സബ് ഷെല്ലുകളിൽ തന്നെ വ്യത്യസ്ത ഓർബിറ്റലുകളിലായിട്ടാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ ഓർബിറ്റലിൻ്റെ എണ്ണം അനുസരിച്ച്
ഓരോ സബ് ഷെല്ലും കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഇനി ഓരോ ഷെല്ലിലും കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണവും കണ്ടെത്താനുള്ള സമവാക്യം 2n² ആണ്. അങ്ങനെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണും, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണും, എം ഷെല്ലിൽ 18 ഇലക്ട്രോണും, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോണും കൊള്ളുമെന്ന് കണ്ടെത്തി. ഇത്രയും ഇതിൽ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ പൂരണം, ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പഠിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾ ഈ പട്ടികയിൽ കണ്ടു, ഒന്നാമത്തെ ഷെല്ലിൽ എസ് സബ് ഷെൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാ ഷെല്ലിലും എസ് സബ് ഷെല്ലുണ്ട്. നമുക്കതിനെ തിരിച്ചറിയണമെങ്കിൽ അത് ഒന്നാമത്തെ ഷെല്ലിലെയാണെന്ന് എഴുതണം. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നു? 1s എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ഷെല്ലിൽ എസും പിയും ഉണ്ട്. അപ്പോൾ അതിനെ തിരിച്ചറിയാൻ ആ ഷെൽ നമ്പർ 2 എന്നത് എസിന് മുൻപേയും പിയുടെ മുന്നേയും ചേർക്കുന്നു. അപ്പോൾ അതിനെ 2s 2p എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെൽസ് ഉണ്ട്, എസും പിയും ഡിയും. ആ സബ് ഷെല്ലുകൾക്ക് മുമ്പ് നമ്മൾ ആ ഷെൽ നമ്പർ കൂടെ ചേർക്കുന്നു, 3s 3p 3d എന്നിങ്ങനെ ചേർക്കുന്നു. നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ലുകളുണ്ട്. അവയെ എങ്ങനെ ചേർക്കാം? 4s 4p 4d 4f എന്നിങ്ങനെ ചേർക്കാം. അപ്പോൾ നമ്മൾ 4 ഷെല്ലിലായിട്ട് വ്യത്യസ്ത സബ് ഷെല്ലുകളെ കുറിച്ച് പഠിച്ചു. ആ സബ് ഷെല്ലുകളെ എങ്ങനെ സൂചിപ്പിക്കുന്നു എന്ന് പഠിച്ചു. ഇത്രയുമാണ് ഇതിൽ ആദ്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഓരോ ഷെല്ലിലും ഏതൊക്കെ സബ് ഷെല്ലുകളുണ്ട്, സബ് ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും, ആ സബ് ഷെല്ലുകളെ എങ്ങനെ സൂചിപ്പിക്കാം എന്നീ സംഗതികളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ സംഗതികൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്കിനി സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് പറയാനുള്ളത്. ആ പറയുന്ന സമയത്ത് ഈ സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്, അതിൽ എത്ര ഇലക്ട്രോൺ കൊള്ളുന്നു എന്നത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം.